പ്രിയപ്പെട്ട ഘടോത്കചൻ. ഭാരതത്തിൻ്റെ മഹാകാവ്യമായ മഹാഭാരതത്തിൽ പലരും മറന്നുപോകുന്നതും എനിക്ക് പ്രിയപ്പെട്ടതുമായ ഒരു അത്ഭുത വീരനുണ്ട്. അദ്ദേഹമാണ് ഘടോത്കചൻ, ഭീമൻ്റെ പുത്രൻ. പാണ്ഡവനായ ഭീമൻ്റെയും അസുരകുല രാജകുമാരിയായ ഹിഡുംബിയുടെയും പുത്രനാണ് ഘടോത്കചൻ. കുഞ്ഞായിരിക്കുമ്പോഴേ അസാമാന്യ കഴിവുകളുണ്ടായിരുന്നു ആ ബാലന്. ആകാശത്ത് പറക്കാനും ഇഷ്ടമുള്ള രൂപം എടുക്കാനും മായാജാല ശക്തിയുമുണ്ടായിരുന്നു. പിതാവായ ഭീമനെ പോലെ ശക്തിയും അമ്മയെപ്പോലെ അസുരമന്ത്രശക്തിയും ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ ശക്തി ഇരട്ടിയാക്കുന്ന അവന് ത്യാഗമനോഭാവമായിരുന്നു. കാലം കടന്നുപോയി. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. പാണ്ഡവർക്ക് വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഭീമൻ തൻ്റെ മകനെ വിളിച്ചു. എന്നെ സഹായിക്കണം മകനെ. ആ നിമിഷം ഘടോത്കചൻ യുദ്ധഭൂമിയിലെത്തി. ഘടോത്കചൻ്റെ യുദ്ധം കണ്ട് കൗരവർ വിറച്ചു. രാത്രിയായപ്പോൾ അവൻ്റെ ശക്തി ഇരട്ടിയായി. നിശബ്ദമായി ശത്രുക്കളെ നശിപ്പിച്ചു. കൗരവപക്ഷത്തിലെ മഹാവീരനായ കർണന് ഒരു ദിവ്യ ആയുധം ഉണ്ടായിരുന്നു. ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തി. അത് അർജുനനെ കൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചേക്കായിരുന്നു. എന്നാൽ ഘടോത്കചൻ കൗരവ സൈന്യത്തെ തോൽപ്പിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ കർണൻ ആ ആയുധം ഉപയോഗിക്കാൻ നിർബന്ധിതനായി. ആ ആയുധം ഉപയോഗിച്ചു. ഒരു ഭയങ്കര പ്രകാശം. യുദ്ധഭൂമി നിശബ്ദമായി. ഘടോത്കചൻ വീണു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം ഒരു തോൽവിയായിരുന്നില്ല. കാരണം അവൻ തൻ്റെ ജീവിതം കൊടുത്ത് അർജുനൻ്റെ ജീവൻ രക്ഷിച്ചു. പാണ്ഡവർക്ക് വിജയം നേടാൻ വഴിയൊരുക്കി. ഇതാണ് ഘടോത്കചൻ്റെ കഥ. ഒരു അസുരപുത്രൻ, പക്ഷേ ഹൃദയത്തിൽ മഹാവീരൻ. വീരന്മാർ ജയിക്കുന്നവർ മാത്രമല്ല, ത്യാഗം ചെയ്യുന്നവരുമാണ്. നന്ദി, നമസ്കാരം.